നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ പാഠങ്ങൾ. യൂണിറ്റിൻ്റെ പേര് അമൃതം നുകരാം. അമൃതം എന്നാൽ എന്താണ്? അമൃതം എന്നാൽ മൃതിയെ ഇല്ലാതാക്കുന്നത്. മൃതി മരണമാണ്. അമൃതം അമരത്വം ലഭിക്കാനായി സമുദ്രമഥനത്തിലൂടെ ദേവന്മാർ നേടിയെടുത്ത ദിവ്യ ഔഷധമാണ് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. എന്തായാലും അമൃതം എന്നാൽ മരണത്തെ ഇല്ലാതാക്കുന്നത്, എന്നാൽ ജീവൻ നിലനിർത്തുന്നത് എന്ന അർത്ഥമാണുള്ളത്. ജീവൻ നിലനിർത്താൻ നാം എന്താണ് ചെയ്യുന്നത്? ജീവൻ നിലനിർത്താൻ നമ്മൾ ആഹാരം കഴിക്കുന്നു, അല്ലേ? നമ്മുടെ ശരീരത്തിന് കരുത്തും ഊർജവും ലഭിക്കാൻ ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ നാം കഴിക്കുന്ന ആഹാരം അമൃതം തന്നെയാണ്. ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ, അല്ലേ, ജീവൻ നിലനിർത്താൻ കഴിയില്ല. ആഹാരത്തിൻ്റെ മൂല്യം പ്രകടമാക്കാൻ ഏറ്റവും അർത്ഥവത്തായി ഉപയോഗിക്കാൻ കഴിയുന്ന പദം അമൃതം എന്നു തന്നെയാണ്. ആഹാരവുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് എന്ന് ഈ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം നോക്കൂ. ചിത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കാണാം. കൂടാതെ പല വലിപ്പത്തിലും ആകൃതിയിലും നിറത്തിലുമുള്ള ഭക്ഷണ വസ്തുക്കളുമുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് 1ാമത്തെ പാഠം അല്ലെങ്കിൽ പ്രവേശക പ്രവർത്തനം നോക്കിയാലോ? ഇതാണ് നമ്മുടെ പ്രവേശക പ്രവർത്തനം. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക്. വിശപ്പാണ് ഏറ്റവും നല്ല കറിയല്ലേ? വിശപ്പുണ്ടെങ്കിൽ കറിയില്ലാതെയും ഭക്ഷണം കഴിക്കാം. അത് സ്നേഹത്തോടെ നൽകുകയാണെങ്കിലോ സ്വാദോടെ കഴിക്കാം. സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളകുപൊടി തൂവും. അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവയ്ക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം. കുറച്ച് തേങ്ങ, അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത ഭക്ഷണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല. സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിൽ ഉണ്ട്. കാലപ്പകർച്ചകൾ. ദേവകി നിലയങ്ങോട്. എന്താണ് ഇതിൽ പറയുന്നത്? എരിശ്ശേരി വിശേഷമാണല്ലേ? എരിശ്ശേരി എന്ന ഭക്ഷണ വിഭവം ജീവിത രീതിയുമായും ലിംഗനീതിയുമായും ബന്ധപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഈ പ്രവേശക പ്രവർത്തനത്തിൽ കാണാൻ പറ്റുന്നത്. അധികം തിളയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ അടക്കി ഒതുക്കാൻ ശ്രമിക്കുന്ന യാഥാസ്ഥിതികരെ ദേവകി നിലയങ്ങോട്ട് തുറന്നു കാട്ടുകയാണ്. വ്യത്യസ്തമായ പച്ചക്കറി കഷ്ണങ്ങൾ, അല്ലെ, ചേനയും കായുമൊക്കെ നുറുക്കിയെടുത്ത് പാത്രത്തിലിട്ട് പാകപ്പെടുത്തിയും അധികം തിളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുമാണ് എരിശ്ശേരിയുടെ പാചകം. ഭക്ഷണ വിഭവം പോലെ സ്ത്രീയെയും പാകപ്പെടുത്തണം എന്ന പുരുഷാധിപത്യ ചിന്തയെയാണ് ഇവിടെ വിമർശന വിധേയമാക്കുന്നത്. പണ്ട് സ്ത്രീയുടെ വസ്ത്രം, ആഹാരം, സംസാരം, ചിരി, യാത്ര തുടങ്ങിയവയ്ക്കെല്ലാം അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. സ്ത്രീയുടെ ശബ്ദം ഒരു പരിധിക്കപ്പുറം ഉയരാൻ പാടില്ല, ഉറക്കെ ചിരിക്കരുത്, വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് എന്നൊക്കെയുള്ള നിബന്ധനകൾ.
അതൊന്നും കുലസ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾക്ക് യോജിച്ചതല്ല എന്ന കാഴ്ചപ്പാടായിരുന്നു അന്നുണ്ടായിരുന്നത്. സൗമ്യയും ശാന്തപ്രകൃതിയുമായി ഒതുങ്ങി കഴിയണമെന്നായിരുന്നു നിയമം. അതായത് പണ്ടുള്ളവർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഭയപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ. സ്ത്രീകൾ ഉറക്കെ സംസാരിച്ചാൽ, അഭിപ്രായം പ്രകടിപ്പിച്ചാൽ, ചിരിക്കാൻ തുടങ്ങിയാൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. സ്വതന്ത്രമായ ചിന്തകൾ അവരിൽ ഉണരും. പുരുഷന്മാരുടെ ചൊൽപ്പടിയിൽ തളച്ചിടാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ടേയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു പ്രവേശക പ്രവർത്തനം. അടുക്കളയിൽ ഒതുങ്ങേണ്ടവളാണ് സ്ത്രീകൾ എന്നായിരുന്നു പണ്ടുള്ളവർ കരുതിയിരുന്നത്. വീട്ടുകാര്യങ്ങൾ നോക്കുക, കുട്ടികളെ പരിചരിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, കഴിപ്പിക്കുക, വീട് വൃത്തിയാക്കുക, തുണി കഴുകുക, അങ്ങനെയുള്ള ജോലികൾ ഒക്കെ ഏൽപ്പിച്ച് നിരന്തരം അവരെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു, അടിച്ചമർത്തിക്കൊണ്ടിരുന്നു പുരുഷാധിപത്യ ചിന്താഗതി. ഇനി ഇവിടെ 2 ചോദ്യങ്ങളുണ്ട് പഠന പ്രവർത്തനങ്ങളായിട്ട്. അതിനു മുമ്പായി നമുക്ക് ഈ പ്രവേശക പ്രവർത്തനം, അതായത് എരിശ്ശേരി വിശേഷം നമ്മളുമായി പങ്കുവെച്ച എഴുത്തുകാരിയെ പരിചയപ്പെടാം. ദേവകി നിലയങ്ങോട്. ഇതാണ് എഴുത്തുകാരി. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയാണ് ദേവകി നിലയങ്ങോട്ട്. 1928 തൃശ്ശൂരിലെ എടപ്പാളിനടുത്ത് പകരാവൂർ മനയ്ക്കലാണ് ജനിച്ചത്. 75-ാം വയസ്സിലാണ് ദേവകി നിലയങ്ങോട്ട് എഴുത്ത് ആരംഭിച്ചത്. 70 വർഷം മുമ്പുള്ള സമുദായ ജീവിതത്തിലെ കൗതുകങ്ങളും വൈചിത്ര്യങ്ങളും ആചാരങ്ങളും പകർത്തിയെഴുതി. അനുഭവങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. നഷ്ടബോധങ്ങളില്ലാതെ യാത്ര, കാട്ടിലും നാട്ടിലും, കാലപ്പകർച്ചകൾ, വാതിൽ പുറപ്പാട് തുടങ്ങിയവ പ്രധാന കൃതികളാണ്. 2023 ജൂലൈ 6 അന്തരിച്ചു. 1928 എന്ന് വേണം കേട്ടോ, അവിടെ 28. അതുപോലെ വൈചിത്ര്യം അത്ര കൃത്യമായിട്ട് അവിടെ വന്നിട്ടില്ല. പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതുന്നത്, ടൈപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ചില മിസ്റ്റേക്കുകളാണ്, ക്ഷമിക്കുമല്ലോ. ഇനി പഠന പ്രവർത്തനങ്ങൾ. 2 ചോദ്യങ്ങളാണുള്ളത് പഠന പ്രവർത്തനങ്ങളായിട്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത്? പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടില്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കൂ. ഇപ്പോൾ 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. ഈ കുറിപ്പ് പാചകരീതി പറയുന്നതിനൊപ്പം ഒരു കാലഘട്ടത്തിലെ സ്ത്രീ ജീവിതത്തെയും പ്രതിഫലിപ്പിക്കുന്നു. കേരളത്തിൽ പാചകവും മറ്റു വീട്ടുജോലികളും സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പാചകത്തിലും മറ്റും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും പങ്കാളികളാകുന്നു എന്നതിൻ്റെ സൂചനകൾ സമൂഹത്തിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പുരുഷന്മാരും പാചകത്തിൽ ഏർപ്പെടുകയും അതിൽ കഴിവ് തെളിയിക്കുകയും ചെയ്യുന്ന കാലമാണിത്. അപ്പോൾ പണ്ടത്തെ ആ കാലത്തുനിന്നും ഒരുപാട് മാറ്റം ഇന്ന് വന്നിട്ടുണ്ട്. സ്ത്രീകൾ പൊതുവെ അടുക്കള ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. വീട്ടുജോലിയോടൊപ്പം മറ്റു ജോലികളും ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ ഇപ്പോൾ ചുറ്റുപാടുമുണ്ട്. അതുപോലെ പുരുഷന്മാരും സ്ത്രീകളോടൊപ്പം തന്നെ വീട്ടുജോലികൾ ചെയ്യുന്നുണ്ട്. പഴയകാല ജീവിതത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നു ചേർന്നിരിക്കുന്നു അല്ലേ. രണ്ടാമത്തേത്, എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന്. സ്ത്രീകളുടെ വ്യക്തിത്വത്തിനും
സ്വാതന്ത്ര്യബോധത്തിനും അതിർവരമ്പുകൾ ഇട്ടിരുന്ന ഒരു കാലത്തെ ഈ ലേഖനം തുറന്നുകാട്ടുന്നു. അന്ന് സ്ത്രീകൾക്ക് ഉറക്കച്ചിരിക്കാനോ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനോ അവകാശമുണ്ടായിരുന്നില്ല. കൂടുതൽ തിളച്ചാൽ എരിശ്ശേരിയുടെ രുചി നഷ്ടപ്പെടുന്നതുപോലെ ഉറക്കെ ചിരിക്കുന്ന സ്ത്രീകൾ മാന്യതയില്ലാത്തവരാകുന്നു. പെണ്ണായാൽ അടക്കവും ഒതുക്കവും വേണം, അധികം തിളയ്ക്കേണ്ടതില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ അടക്കി ഒതുക്കുന്ന യാഥാസ്ഥിതിക നിലപാടിന് ഇന്ന് സ്ഥാനമില്ല. സ്ത്രീകൾക്കും സ്വന്തം നിലപാടുകളും വികാരങ്ങളും തുറന്നു പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. ഇനി യൂണിറ്റിലെ 1ാമത്തെ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.